നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 12. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 12. ഇന്ന് 18ാമത്തെ 1-ാം അധ്യായത്തിൽ, അതായത് ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ലഘൂന്യാന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തഥാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയോ. അതിനെന്താ അർത്ഥം പറയുക? വാക്കാർത്ഥം എന്ന് ചോദിച്ചാൽ, അന്യാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യങ്ങൾ വേറെ ഉള്ളത്, ലഘൂനി ജാതാനി ലഘുക്കളായി ഭവിച്ചു. അതായത് ഭാഗവതം വലുതായി തോന്നി, ബാക്കിയുള്ളതൊക്കെ ചെറുതായി തോന്നി എന്നർത്ഥം. അതാണ് ലഘൂനി ജാതാനി, ലഘുക്കളായി സംഭവിച്ചു. ഗൗരവേണ എന്ന് പറഞ്ഞാൽ ഘനം നിമിത്തം, ഘനം ആൻഡ് വെയിറ്റ് നിമിത്തം. ഇതം മഹത്, ഇത് മഹത്തായിരുന്നു. ഏത്? ഭാഗവതം. തഥാ അപ്പോൾ സർവേ ഋഷിഗണ, എല്ലാ ഋഷികളും ഋഷി സമൂഹങ്ങളെല്ലാം പരമം വിസ്മയം യയു എന്ന് പറഞ്ഞാൽ പരമവിസ്മയത്തെ പ്രാപിച്ചു. എല്ലാം ചെറുതായി ശ്രീമദ് ഭാഗവതം വലുതായി. എന്തുകൊണ്ട്? ശുഖബ്രഹ്മ മഹർഷി ദേവന്മാർക്ക് സുധാകുംഭം നിരാകരിച്ചുകൊണ്ട് ഭാഗവതം തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായത്തൊരവസ്ഥയാണ് പറഞ്ഞത്. അതിന് എന്താ ഭാവാർത്ഥം എന്ന് ചോദിച്ചാൽ, 6 ശാസ്ത്രങ്ങളും അവയുടെ അംഗങ്ങളും 6 ശാസ്ത്രങ്ങൾ അവയുടെ അംഗങ്ങളും ന്യൂനങ്ങളായിട്ടും ഗൗരവാധിക്യത്താൽ ശ്രീമദ് ഭാഗവത ശാസ്ത്രം മഹത്തായിട്ടും കാണപ്പെട്ടു. അപ്പോൾ സത്യലോകത്തിലുള്ള ഋഷികൾക്കെല്ലാം ആശ്ചര്യം തോന്നി. ഭൂമിയിലത്തെ ഋഷികൾക്കല്ല, സത്യലോകത്തിലുള്ള ഋഷികൾക്ക് തോന്നിയെന്നാണ്. കാരണം അവരാണിത് കണ്ടത്. എന്ത്? ശുഖബ്രഹ്മ മഹർഷി സുധാകുംഭത്തെ, ദേവന്മാർ പാനം ചെയ്യുന്ന അമൃതത്തെ നിരാകരിച്ചുകൊണ്ട് ഭാഗവതത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തി. അതാണ് കഥ. അത്രയേ ഉള്ളൂ ഇതിൽ. ഇനി 19ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? 19ാമത്തെ ശ്ലോകം പറഞ്ഞു, മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠഫലദായകം. മേനിരേ ഭഗവത് രൂപം. എന്താ ഇവിടെ പ്രിൻ്റ്? ഭഗവത് രൂപം എന്നാ. അങ്ങനെ വായിച്ചാൽ അർത്ഥം നമുക്ക് സംഗതി മനസ്സിലായിട്ടില്ല എന്നാ പറയാം. അപ്പം എന്താ? മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠനാൽ ശ്രവണാൽ സദ്യോ വൈകുണ്ഠഫലദായകം. അതിൻ്റെ വാക്കാർത്ഥം ആദ്യം നോക്കാം. ക്ഷിതോ, ക്ഷിതിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ. ഭാഗവതം ശാസ്ത്രം, ഭാഗവത ശാസ്ത്രം തന്നെ. ഭഗവത് രൂപം മേനിരെ, ഭഗവാന്റെ സ്വരൂപമാണെന്ന് മനനം ചെയ്തു. ഭാഗവതം ഭഗവാന്റെ രൂപമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഭാഗവത ഗ്രന്ഥത്തിനെ അലക്ഷ്യമായിട്ട് നിലത്ത് വയ്ക്കാതെ ഇരിക്കുള്ളൂ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭാഗവത ശാസ്ത്രത്തെ ഒരു മഞ്ഞപ്പട്ടിലൊക്കെ പൊതിഞ്ഞ് വെക്കണം. പിന്നെ പാരായണം ചെയ്യുമ്പോൾ കയ്യിൽ വെച്ചിട്ട് ഗ്രന്ഥം പാരായണം ചെയ്യാൻ പാടില്ല. മുമ്പിലെ സരസ്വതി പീഠം വെച്ച് അതിൽ വെച്ചിട്ട് വേണം പാരായണം ചെയ്യാൻ. നിങ്ങൾ എത്രയോ സപ്താഹങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ആചാര്യൻ ശഠിച്ച് പറയില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സുഖിപ്പിക്കലാണ്. എനിക്ക് നിങ്ങളെ സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക്
മൂത്തവർ മുതുനെല്ലിക്കയും മൂത്തവർ വാക്കും ആദ്യം ചമർക്കും പിന്നെ മധുരിക്കുന്ന. അപ്പം നിങ്ങൾക്ക് ഇഷ്ടക്കേട് തോന്നിയാലും എനിക്ക് ഭാഗവതത്തിനോടുള്ള പ്രിയം കാരണം നിങ്ങളുടെ ഇഷ്ടക്കേട് എനിക്ക് പ്രശ്നമല്ല. അത് അഹങ്കാരം കൊണ്ടല്ല കേട്ടോ പറയുന്നത്, വിനയം കൊണ്ടാണ് പറഞ്ഞത്. ആരാണ് ഈ ശാസ്ത്രം ശരിക്ക് അഭ്യസിക്കുന്നത്? അഭ്യാസം വേണം, പ്രാക്ടീസ് ചെയ്യണം, മനനം ചെയ്യണം. ആദ്യം ശ്രവണം ചെയ്യണം, അതിനെ കീർത്തിക്കണം, പിന്നെ മനനം ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടിയാലോ നമ്മുടെ ജീവിതം നന്നാവും. എന്ന് പറഞ്ഞാൽ ജനിക്കാതെ കണ്ടിരിക്കുന്ന അർത്ഥം. ജനിക്കാതെ കണ്ടിരിക്കാനുള്ള സിദ്ധൌഷധമാണ് ഭാഗവതം. അപ്പോൾ ഇവിടെ പറഞ്ഞു പിന്നെ ഭഗവത് രൂപം മേനിരേ, ഭഗവാന്റെ സ്വരൂപമാണെന്ന് മനനം ചെയ്തു. അപ്പോഴേ നമ്മുടെ മനസ്സിലറിയല്ലോ. പഠനാത്, പഠനം കൊണ്ടും, ശ്രവണാത്, ശ്രവണം കൊണ്ടും, സദ്യ വൈകുണ്ഠഫലദായകം, ക്ഷിപ്രം വൈകുണ്ഠഫലത്തെ ദാനം ചെയ്യുന്നതാകുന്നു. നമ്മൾ ചെറ്റക്കുടിലിൽ ഇരുന്ന് വായിച്ച് പഠിച്ചാലും അരമനയിൽ ഇരുന്ന് വായിച്ച് പഠിച്ചാലും ഭാഗവതം ശ്രവിക്കുക, കീർത്തിക്കുക, മനനം ചെയ്യുക, പഠിച്ചാൽ വൈകുണ്ഠം ഫലം കിട്ടുന്നർത്ഥം. വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന ഫലം നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ വാക്കാർത്ഥം. എന്നാൽ ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഭാഗവത ശാസ്ത്രം ഭൂമിയിൽ കാണപ്പെടുന്ന ഭഗവത് രൂപമാണെന്ന് മുനിമാർ നിശ്ചയിച്ചു. അത് ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം, അല്ലാണ്ട് ഞാനല്ല പറയണത്. എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കണം. ഭാഗവത ശാസ്ത്രം ഭൂമിയിൽ കാണപ്പെടുന്ന ഭഗവത് രൂപമാണെന്ന് മുനിമാർ നിശ്ചയിച്ചു. ഇത് നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ കാശ് ചെലവാക്കിയിട്ട് ഗുരുവായൂർക്ക് പോകേണ്ട ആവശ്യം വരില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അവരവർ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഭാഗവത ശാസ്ത്രം ഭഗവാനാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ ബോംബെയിലുള്ള സമയത്ത് തന്നെ ആഞ്ഞം മാധവൻ നമ്പൂരിയും കൃഷ്ണൻ നമ്പൂരിനൊക്കെ നല്ല പരിചയമാണ്. പക്ഷെ ഞാൻ അവർ മുഖാന്തരോ അല്ലെങ്കിൽ ദേവസ്വം ആൾക്കാർ, കാരണം 8-9 പ്രാവശ്യം ഞാൻ ഒരു 7 കൊല്ലത്തിൽ ഒരു 9 പ്രാവശ്യം ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടിയിട്ട് പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആരെങ്കിലോടൊക്കെ പറഞ്ഞിട്ട് ക്യൂ ഇല്ലാണ്ട് പോയി തൊഴാം. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ, എൻ്റെ ഉള്ളിലാണ് ഭഗവാനെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഭഗവത് സ്വരൂപമാണെന്ന് എൻ്റെ ഗുരു നിമിത്തം ഞാൻ പിടിച്ചു. അപ്പോൾ ഗുരുവായൂർ പോയാലും ഞാൻ അകത്ത് തിരക്കാൻ പോകാറില്ല എന്നർത്ഥം, ക്യൂവിൽ നിൽക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് മേളം ശിവേലിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കാണും. ശിവേലിക്ക് ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കുമ്പോൾ അത് ഭഗവാന്റെ എന്താണെന്നാ പറയുക, പ്രതിമയല്ല, അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള ധാരണയിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കും. അതായത് പടിഞ്ഞാറേ നടയിൽ നിങ്ങളുടെ പിന്നെ വടക്കേ നടയിലേക്ക് വരുമ്പോഴേക്കും കിഴക്ക് വടക്ക് മൂലയിൽ നിന്ന് ഞാൻ നമസ്കരിക്കും. അതേമാതിരി അയ്യപ്പൻ്റെ അവിടെ നിന്ന് വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് നമസ്കരിക്കും. കാരണം എന്താ, ഭഗവാൻ അങ്ങനെ കണ്ടാൽ മതി. ഇനി ഇതൊന്നും പറ്റിയില്ലേ. ഇപ്പോൾ വല്ല കല്യാണത്തിനാണ് പോയത്, ഞാൻ ഷർട്ട് അഴിച്ച് കൈത്തണ്ടയിലിട്ടിട്ട് പോയി തൊഴാറ് പതിവില്ല. അതിനൊക്കെ ഒരു ചിട്ടുണ്ട്, കുളിച്ച് തൊഴണം എന്നൊക്കെയാണ് പറയാം. പക്ഷെ മുക്കാലും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. കൊടിമരത്തിൽ വാഹനം നോക്കി തൊഴുതാൽ മതി, ഭഗവാനെ തൊഴുത ഫല. അതറിയണ്ടേ, അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഞാൻ ചിലപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് ഈ വഴിയിൽ നിന്ന് വിട്ട് സംസാരിക്കണത് എന്തുകൊണ്ടാണ്? കുറേ കൂടി കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ ഒരു സന്ദർഭം കിട്ടി, അത് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഭാഗവത ശാസ്ത്രം ഭൂമിയിൽ കാണപ്പെടുന്ന ഭഗവത് രൂപമാണെന്ന് മുനിമാർ നിശ്ചയിച്ചു. അതിനെ പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ആ ജന്മത്തിൽ തന്നെ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുമെന്ന് കണ്ടു. ഇനി എത്ര വർഷം എത്ര ജന്മം എടുക്കണമെന്ന് നോക്കണ്ട, ആ ജന്മം തന്നെ ഇതിൽ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളെ ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ടും പൂർണ്ണമായ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമായിട്ടും
പുരാണ ആചാര്യന്മാർ സങ്കല്പിച്ചു വരുന്നു. സങ്കല്പം ഗംഭീരായാൽ മതി. പാദൗതു പ്രഥമസ്കന്ധോ ദ്വിതീയോ ജാനുനി സ്മൃത തൃതീയ സഗ്ധിനി ജ്ഞേയ ചതുർത്ഥ കടിരുച്യതേ നാഭിം തു പഞ്ചമം വിദ്യാം ഹൃദയം ഷഷ്ട ഈരിത സപ്തമസ്തു ഉരപ്രാപ്ത അഷ്ടമ ഖണ്ഡ ഉജ്യതേ സ്കന്ധൗതു നവമസ്കന്ധോ ദശമോ മുഖം ഈരിതം കർണാക്ഷിനാസികായുക്തം സർവാർത്ഥ പരിപൂരിതം ഏകാദശസ്തു ഉത്തമാംഗം ദ്വാദശോ ബ്രഹ്മരന്ധ്രകം. ഈ ബ്രഹ്മരന്ധ്രകം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉച്ചിക്കാണ് പറഞ്ഞത്. ഏവം ഭാഗവതം ശാസ്ത്രം വിഷ്ണുമൂർത്തിയും പ്രകീർത്തിതം. നമ്മൾക്കൊക്കെ 12 സ്കന്ധങ്ങൾ, ജോയിൻസ് ആണ്. ആ 12 ജോയിൻസാണ് ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങൾ. അതിൽ ആദ്യത്തെ 2 പ്രിയാമ്പിളാണ്. ബാക്കി 10 ദശവിധ ലക്ഷണങ്ങൾ. 10 തരം ലക്ഷണങ്ങൾ എന്ന് പറയും. അപ്പോൾ എല്ലാം കൂടി ആയാൽ വിഷ്ണുമൂർത്തിയും പ്രകീർത്തിതം, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഈ ശ്രീമദ് ഭാഗവതം മുഴുവൻ പഠിച്ചാൽ അല്ലെങ്കിൽ മുഴുവൻ അവലോകനം ചെയ്താൽ ആരായിട്ട് മാറി? വിഷ്ണുവായിട്ട് മാറി. വിഷ്ണുവിനെ കണ്ടുവെന്നോ കേട്ടുവെന്നോ അല്ല പറഞ്ഞത്, വിഷ്ണുവായിട്ട് മാറി. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ സംസ്കൃത പറഞ്ഞത്. ഞാൻ ഇത് വാക്കാർത്ഥം കൂടെ പറയണ്ടേ. പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങളാണ്. അപ്പോൾ പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങളാണ് എന്ന് പറയുമ്പോൾ പാദത്തിൽ നിന്ന് ശൂദ്രരുണ്ടായി എന്ന് പറഞ്ഞാൽ ശൂദ്രർ മോശക്കാരാണോ? അല്ല. ഈ 4 ഗുണങ്ങളും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര 4 ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ ഒരാളിൽ വേണം, ഇല്ലെങ്കിൽ ജീവിത സന്ധാരണം ചെയ്യാൻ പറ്റില്ല. അതിനാണ് യുക്തി സഹജം നമ്മൾ വായിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. യുക്തി വേണം. ഞാൻ ബ്രാഹ്മണരാണ്, ഞാൻ ഭാര്യയ്ക്ക് വയറുവേദനയാണെങ്കിൽ തലോടി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ജീവിതം നരകവും. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ദ്വിതീയ സ്കന്ധം മുട്ടുക്കളാണ്. ദ്വിതീയ സ്കന്ധം മുട്ടുകൾ. തൃതീയ സ്കന്ധം തുടകളാണ്, തുടകളാണ്. ചതുർത്ഥ സ്കന്ധം കടിപ്രദേശം, ഇടുപ്പ് അരക്കട്ട എന്നർത്ഥം. പഞ്ചമസ്കന്ധം നാഭിദേശം, പൊക്കിള്, ഭഗവാന്റെ പൊക്കിള് പഞ്ചമസ്കന്ധം. ഷഷ്ടസ്കന്ധം ഹൃദയം, 6ാമത്തെ ഹൃദയമാണ്. സപ്തമസ്കന്ധം മാറിടം, ചെസ്റ്റ്. അഷ്ടമസ്കന്ധം കണ്ഠം, 8ാമത്തത്. നവമസ്കന്ധം ഷോൾഡർ, തോളുകൾ. ദശമസ്കന്ധം ഭഗവാന്റെ മുഖം. അതാണ് ഭാഗവതത്തിൽ ദശമസ്കന്ധം. ഭഗവാന്റെ ലീല 90 അധ്യായങ്ങളാണ്. അതിന് പൂർവാർത്ഥം ഉത്തരാർത്ഥം അങ്ങനെ 2 ഭാഗമാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും പോവാൻ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഈ ദശമസ്കന്ധം മുഖാണെന്ന് പറഞ്ഞു. അതിൽ നേത്രങ്ങൾ, ശ്രോത്രങ്ങൾ, അത് കണ്ണുകൾ, ചെവികൾ, നാസിക എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഏകാദശ സ്കന്ധം ഉത്തമാംഗമായ ശിരസ്. ശിരസിനെയാണ് ഉത്തമാംഗം. ശിരസ് നോക്കൂ, കയ്യും കാലും ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അരയ്ക്കുന്ന മേപ്പോട്ടുണ്ടായാൽ മതി. പക്ഷെ തലയില്ലാത്ത മനുഷ്യനെ കബന്ധം എന്നാണ് പറയാം. രാമായണത്തിലൊരു കഥാപാത്രം ഉണ്ട് അങ്ങനെ. അപ്പോൾ ഉത്തമാംഗം, ആ ഉത്തമാംഗമാണ് ഭഗവാനെ നമസ്കരിക്കാൻ, ബ്രാഹ്മണരെ നമസ്കരിക്കാൻ, പണ്ഡിതന്മാരെ നമസ്കരിക്കാൻ, അച്ഛനമ്മമാരെ നമസ്കരിക്കാൻ, പ്രായത്തിൽ കൂടിയവരൊക്കെ നമസ്കരിക്കണം. പിന്നെയോ ബാലന്മാരെ, ബാലാനാം യുവാനാം വൃദ്ധാനാം 3 പേരും നമസ്കരിക്കണം. കാരണം ഞാനിപ്പോൾ ഒരു 6 വയസ്സായിട്ടൊരു കുട്ടിയെ കണ്ടു വിചാരിക്കാം. ആ 6 വയസ്സായ കുട്ടി പൂർവ്വജന്മത്തിൽ വലിയൊരു ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പണ്ഡിതനായിട്ട് ഇരിക്കുമ്പോഴത്തെ അനുഭവങ്ങൾ, പോരായ്മകൾ, ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി അദ്ദേഹം പുനർജന്മിച്ചപ്പോൾ അദ്ദേഹം
ഞാൻ കണ്ടുമുട്ടുമ്പോൾ 6 വയസ്സാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു തേജസ് അല്ലെങ്കിൽ ബാലാനാം, ആ ബാലനിലും ഈശ്വര ചൈതന്യം, എൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് അയാളെ നമസ്കരിക്കാൻ യാതൊരു മടിയില്ല, ഞാൻ നമസ്കരിക്കും. പക്ഷേ ഹൃദയം കൊണ്ട് നമ്മൾക്കൊക്കെ എല്ലാവരെയും നമസ്കരിക്കാം, എല്ലാവരെയും ആലിംഗനം ചെയ്യാം. പക്ഷെ ഭാവം എന്തായിരിക്കണം? ഗോപന്മാരും ഗോപസ്ത്രീകളും, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ്, എൻ്റെ മൂത്ത സഹോദരിയാണ്, എൻ്റെ ഏട്ടത്തി അമ്മയാണ്, എൻ്റെ ഏട്ടനാണ്, അല്ലേ? മൂത്ത ഏട്ടൻ അച്ഛൻ്റെ സ്ഥാനമാണ്, മൂത്ത ചേച്ചി അമ്മയുടെ സ്ഥാനമാണ്, ജ്യേഷ്ഠത്തി അമ്മ അമ്മയുടെ സ്ഥാനമാണ്. അപ്പം ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഏകാദശ സ്കന്ധം ഉത്തമാംഗമായ ശിരസ്സാണ്. ദ്വാദശ സ്കന്ധം ശിരസിൽ പ്രത്യേകം ബ്രഹ്മസ്ഫൂർത്തി സ്ഥാനമായ ബ്രഹ്മരന്ധ്രം, അവിടെയാണ് ഈ തഥാതൻ ഇരിക്കുന്നത്. ഈ ഉച്ചി എന്ന് പറയും, മൂർധാവ് എന്ന് പറയും. പ്രസവിച്ച് വീണ സമയത്ത് ഒരു 2-3 മാസം കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ മുത്തശ്ശിമാർ പറഞ്ഞ് മനസ്സിലാക്കും. ആദ്യം മുത്തശ്ശിമാരാണ് കുളിപ്പിക്കുക, അമ്മമാർ കുളിപ്പിക്കില്ല. ഒരു 28-56 കഴിഞ്ഞാലേ സ്വന്തം അമ്മ കുളിപ്പിക്കുള്ളൂ. അപ്പോഴും പറയും കുട്ടീനെ മടിയിൽ കിടത്തി, അല്ലെങ്കിൽ പിന്നെ കയ്യെ തലയിൽ വെച്ച് കയ്യിൻ്റെ മുകളിലേ വെള്ളമൊഴിക്കുള്ളൂ. നേരെ മൂർത്താവിൽ ഒരു പതുപ്പുണ്ടാവും, ഒരു 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 ഡയഫ്രം മാതിരി ഇങ്ങനെ തള്ളുന്ന ഒരു സാധനം ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കണം. തൻ്റെ കുട്ടീനെ ആരും ഒരു 5-6 വയസ്സാവണവരെ തൻ്റെ തലയ്ക്ക് മീത് പൊന്തിക്കാൻ പാടില്ല. കാരണം എന്താ? ഈ മെഡല്ല ഒബ്ലാങ്കട്ടയിൽ ഈ ബ്രെയിൻ ഒരു വെള്ളത്തിലായിരിക്കണത്, അതിൻ്റെ സ്ഥാനം തെറ്റും, ഓട്ടിസം വരും. എൻ്റെ കുട്ടിയല്ലേ, ഞാൻ എടുത്ത ലാളിച്ച എന്താ കുഴപ്പം? അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ ഉച്ചിയിലെ ബ്രഹ്മരന്ധ്രം, അപ്പം നമ്മുടെ കുണ്ടലിനി ശക്തി നട്ടെല്ലിൻ്റെ പുറത്തു കൂടെ ഒക്കെ സൂക്ഷ്മമാണ്, കാണാൻ പറ്റില്ല. ഇട പിങ്കള എന്ന് പറഞ്ഞിട്ട് 2 നാഡികൾ പോകുന്നുണ്ട്. അവർ ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാറാവെന്ന് പറഞ്ഞത് ഈ ഉച്ചയിലുള്ള തഥാതൻ അവിടെ ആനന്ദാപ്ലുതം, ആനന്ദം വഴിഞ്ഞ് വീഴാണ്. അപ്പോൾ ഇതൊക്കെ ടെക്നിക്കാലിറ്റിയാണ്. ആ ടെക്നിക്കാലിറ്റി നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ തന്നിലുള്ള ചൈതന്യം തന്നെയാണ് ആനന്ദം തരണത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബ്രഹ്മസ്ഫൂർത്തി സ്ഥാനമായ ബ്രഹ്മരന്ധ്രം. ഇങ്ങനെ 12 സ്കന്ധങ്ങൾ അടങ്ങിയ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമെന്നാണ് പുരാണാചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ 20ാമത്തെ ശ്ലോകമായി. എന്താ 20ാമത്തെ ശ്ലോകം? സപ്താഹശ്രവണേനൈവ സർവധാ മുക്തിദായകം. സപ്താഹശ്രവണം കൊണ്ട് സദാസമയത്തും മുക്തിയെ പ്രദാനം ചെയ്യാൻ സാധിക്കും. സനകാധിപുരാ പ്രോക്തം നാരദായ ദയാപരേ. സപ്താഹശ്രവണേനൈവ സർവധാ മുക്തിദായകം സനകാദിപുരാ പ്രോക്തം നാരദായ ദയാപരേ. അവിടെ സപ്താഹശ്രവണേന ഏവ അപ്പോഴേ അർത്ഥം വരുള്ളൂ. സപ്താഹശ്രവണം കൊണ്ട് തന്നെ ശ്രവിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? അന്നത്തെ കാലത്ത് ദേവഭാഷ, വേദഭാഷ സംസ്കൃതമായിരുന്നു. അതുകൊണ്ട് സംസ്കൃതമാണ് എല്ലാവരുടെയും മാതൃഭാഷ. പിന്നെ അതിൽ നിന്ന് ചിന്നിച്ചിതറിയിട്ടുള്ളതാണ് ബാക്കിയുള്ള ഭാഷകളൊക്കെ. അപ്പോൾ പറയണത് കേട്ടാൽ തന്നെ മൃദംഗം പിന്നെ ശ്രുതിയും ഒന്നും വേണ്ട ഭാഗവതത്തിന്. ഭാഗവതത്തിനോട് അനുരാഗം ഉണ്ടായാൽ മതി. അവരവരുടെ ഇഷ്ടപ്രകാരം വായിക്കാം, അർത്ഥറിഞ്ഞാൽ രക്ഷപ്പെടാം. അപ്പോൾ പറഞ്ഞു സപ്താഹശ്രവണേന ഏവാ, സപ്താഹശ്രവണം കൊണ്ട് തന്നെ സർവദാ മുക്തിദായകം. എന്താ അത്? ഏതു വിധത്തിലും മുക്തിപ്രദം. ഏതു വിധത്തിലും, വാട്ട് എവർ മേ ബി ദി കേസ് എന്ന് പറയും. ഏതു വിധത്തിലും, ഏതു തരത്തിലും. അപ്പോൾ മുക്തിദായകം, മുക്തിപ്രദമെന്ന് ദയാപരെ, കൃപാലുക്കളായ ദയാപരി, പരമമായ ദയുള്ളവരാണ് ആരെ? മുനീശ്വരന്മാർ, പ്രത്യേകിച്ച് നാരദർ.
അപ്പോൾ ദയാപരി കൃപാലുക്കളായ സനകാദി, ഇവിടെ സനകാദ്യരാണ് ആദ്യം ഭഗവാനിൽ നിന്ന് കേട്ടത്. ആ സനകാദ്യന്മാർ, അതായത് സനകൻ, സനന്ദൻ പറഞ്ഞിട്ട് 4 ആൾക്കാരുണ്ട്. എനിക്ക് കാണാൻ പാടെ അറിയില്ല പേര്, നിങ്ങൾക്ക് പലവർക്കും കാണാൻ പാടെ അറിയും, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സനകാദി മുനി, അപ്പോൾ പറഞ്ഞു അതെ സനകാദ്യന്മാരാൽ നാരദനായിക്കൊണ്ട്. സനകാദ്യർ ആദ്യം ഉപദേശിച്ചത് ആർക്ക്? നാരദരായിക്കൊണ്ട് പുരാപ്രോക്തം, പണ്ട് പറയപ്പെട്ടിരുന്നു എന്നായി. അപ്പോൾ വളരെ സിമ്പിളാണ് അത്. അവിടെ വേദാന്തപരമായിട്ട് ഡീറ്റെയിൽ ഒന്നുമില്ല. ഒരു ഹൈറാർക്കിയൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് പറയണത്. കൃപാലുക്കളായ സനകാദി മുനിമാർ സപ്താഹശ്രവണം കൊണ്ട് തന്നെ ഏതവസ്ഥയിൽ ക്ലേശിക്കുന്ന ജീവനും, ഏതേതവസ്ഥകളിൽ ക്ലേശിക്കുന്ന ജീവനും. ഇപ്പോൾ ചിലവരുടെ വീട്ടിലെ കുട്ടികൾക്ക് ഉറക്കം വരില്ല. എന്താ? അച്ഛൻ കള്ള് കുടിച്ച് വന്ന അമ്മേനെ അടിക്കും, പാത്രങ്ങളൊക്കെ മിസ്സൈലായിട്ട് വിടും, അല്ലെങ്കിൽ മൂത്ത മകൻ വന്ന് അമ്മയെ തല്ലും, അച്ഛനെ തല്ലും, അതൊക്കെ നടക്കുന്നുണ്ട്, ഇല്ലാതെ പറയാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഏതവസ്ഥയിൽ ക്ലേശിക്കുന്ന ജീവനും മോക്ഷം സിദ്ധിക്കുമെന്ന് പണ്ട് നാരദമുനിയോട് ഉപദേശിച്ചിരുന്നു. ആരെ? സനകാദികൾ ആദ്യം നാരദർക്ക് ഭാഗവതം ഉപദേശിച്ചപ്പോൾ പറഞ്ഞു, നാരദരെ, ഇത് കേൾക്കുന്ന ആൾക്കാർ ഏതേതവസ്ഥയിലുള്ളവരാണെങ്കിലും അവർക്ക് മോക്ഷം ഉറപ്പാണ് എന്നുറപ്പായി. അത് കഴിഞ്ഞു. പിന്നെ പറഞ്ഞു 21-ാമത്തെ ശ്ലോകം. 21-ാമത്തെ ശ്ലോകം എന്താ? യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതൽ സുരർഷിണാം സപ്താഹശ്രവണവിധി കുമാരേ തസ്യ ഭാഷിത. എങ്ങനെയാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്ന് പറയണം. യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതൽ സുരർഷിണാം സപ്താഹശ്രവണവിധി കുമാരേ തസ്യ ഭാഷിത. അർത്ഥം പറയണു, വാക്കാർത്ഥം. ബ്രഹ്മസംബന്ധാത്, ബ്രഹ്മാവിൻ്റെ സംബന്ധം നിമിത്തം. ബ്രഹ്മസംബന്ധാത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സംബന്ധം നിമിത്തം. ഏതത്, ഇത്. ഏതെന്ന് പറഞ്ഞാൽ ഇത്. സുരർഷിണാം സുതം യദ്യപി. സുരർഷിണ, ദേവർഷിയായിട്ടുള്ള നാരദരെ, ദേവർഷിയാൽ ശ്രവിക്കപ്പെട്ടുവെങ്കിലും, ദേവർഷി ഈ എന്താണ് പറയുക, സനകാദികളിൽ നിന്ന് നാരദർ കേൾക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സപ്താഹശ്രവണവിധി, സപ്താഹശ്രവണ സംവിധാനം കുമാരേ, കുമാരരാൽ തസ്യ ഭാഷിത പറയപ്പെട്ടു, അവനായി കൊണ്ട് ഭാഷിക്കപ്പെട്ടു. ഭാഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ബോധ്യപ്പെടുത്തിയെന്ന് അർത്ഥം പറയണം. അതിൻ്റെയും ഭാവാർത്ഥം 2 വരിയേ ഉള്ളൂ. ഈ പറഞ്ഞതിനെ ഒന്ന് എന്താണ് പറയുക, പോളിഷ് ചെയ്ത് പറഞ്ഞു. ദേവർഷിയായ നാരദമുനി പിതാവായ ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ശ്രീമദ് ഭാഗവതം ശ്രവിച്ചിരുന്നുവെങ്കിലും ഒരു കണ്ടീഷണൽ ക്ലോസാണ്. അതാണ് ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ അച്ഛൻ എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആചാര്യനായില്ല. ഉപദേശം തരാൻ ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള വേണ്ടി വന്നു. എന്താ കാരണം? അത് ഡെസ്റ്റിനിയാണ്. ഡെസ്റ്റിനി. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയും, വിതുരർ ഒരു കഥാപാത്രമുണ്ട്, പാണ്ഡവരുടെ ചെറിയച്ഛൻ. അദ്ദേഹം വലിയ ശ്രീകൃഷ്ണ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ധവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? ഉദ്ധവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മോപദേശം ചെയ്തു. ആ ബ്രഹ്മോപദേശം എനിക്കൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. പറ്റില്ല, താൻ സങ്കടപ്പെടണ്ട, ഭഗവാൻ അത് മൈത്രേയ മഹർഷിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം, ഇതന്നെ വിദുരക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നിങ്ങൾ പോവുക മനസ്സിലാക്കും. മൈത്രേയ വാച ആരോട്? വിദുരരോട്. അവൻ എല്ലാം പ്രീ ഡിസ്റ്റൈൻഡാണ്. ആരെ എപ്പോൾ കാണണം,
കണ്ടാൽ എന്താ അനുഭവം ഉണ്ടാവണം? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ദേവർഷിയായ നാരദമുനി പിതാവായ ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ശ്രീമദ് ഭാഗവതം ശ്രവിച്ചിരുന്നുവെങ്കിലും സപ്താഹ ശ്രവണ സമ്പ്രദായവും തൽഫലവും സനകാദി മുനിമാരാണ് ദേവർഷിക്ക് ഉപദേശിച്ചത്. ആരിൽ നിന്നാണ്? അതൊക്കെ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇരിക്കുമ്പോൾ 22-ാം ശ്ലോകം ആര് പറഞ്ഞു എന്നാണ് പറഞ്ഞത്? ശൗനകാവാച. ശൗനകൻ സൂതനോട് ചോദിച്ചു എന്നാണ് അർത്ഥം പറയാം. അപ്പോൾ അവിടെ ശൗനക ഉവാച, ശൗനകൻ പറഞ്ഞു. എന്താ? 22-ാമത്തെ ശ്ലോകം, ലോകവിഗ്രഹയുക്തസ്യ, ലോകത്തിനെ മനസ്സിലാക്കാനുള്ള സമ്പ്രദായം, ലോകവിഗ്രഹയുക്തസ്യ നാരദസ്യ അസ്ഥിരസ്യ ച. നാരദര് എപ്പോഴും സ്ഥിരതയില്ലാത്ത ആളാണ്, ഒരു ഭാഗത്ത് നിൽക്കില്ല, ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നാരദസ്യ അസ്ഥിരസ്യ ച വിധിശ്രവേ കുതസ്പ്രീതി സംയോഗ കുത്രതേ സഹ. രണ്ടുപേരേനെ 4 പാദമായിട്ട് വായിച്ചാൽ ഭയങ്കര രസമാണ്. ശരിക്ക് ഈ സമ്പ്രദായം എങ്ങനെ ഉണ്ടാവും? ആചാര്യൻ ഒരു വരി വായിച്ചാൽ അടുത്ത വരി ഓഡിയൻസ് വായിക്കണം. അപ്പോൾ അതിന് അവരുടെ സമ്പ്രദായം, അവർ ഓരോരുത്തരുടെ എക്സ്പെർട്ടൈസ് ജാസ്തി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആദ്യം പഠിപ്പിക്കും, ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പഠിപ്പിക്കും. എന്നിട്ട് ആചാര്യനെ കൊണ്ട് സപ്താഹം ചെയ്യിപ്പിക്കും. ഇപ്പം ഞാൻ അവിടുന്ന് കടന്നു കളഞ്ഞു. കാരണം ഞാനിപ്പോൾ റൈച്വൽസിന് പോവാറ് പൊതുവില്ല. കാരണം എനിക്കതിലുള്ള ഭ്രമം തീർന്നു. എന്താ ഭ്രമം തീരാൻ? ആൾക്കാർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയാതെ കൊണ്ട് ഇതിനെ ഒരു വെറും റേച്ചലായിട്ട് ഒരു വഴിപാടായിട്ട് ചെയ്ത് പോവുക. ആ പാപം ചെയ്യാൻ ഞാനില്ല. അതുകൊണ്ടാണ് ഞാൻ പലവരോടും കൊറോണ ഒരു നിമിത്തമായിരുന്നു മാത്രം, കൊറോണയോട് കൂടിയിട്ട് ഞാൻ നിർത്തി പരിപാടി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പിന്നെ അതെ, ശൗനകാവാച ലോകവിഗ്രഹയുക്തസ്യ നാരദസ്യ അസ്ഥിരസ്യ ച. അവിടെ വായിക്കുമ്പോൾ നാരദസ്യ സ്ഥിരസ്യ ച എന്നാ വായിക്കുക. പക്ഷേ അത് സംഗതി നാരദസ്യ അസ്ഥിരസ്യ ച വിധിശ്രവേ കുതപ്രീതി സംയോഗ കുത്രതേ സഹ. അതിൻ്റെ വാക്കാർത്ഥം പറയണു. എന്താ പറഞ്ഞത്? ലോകവിഗ്രഹയുക്തസ്യ, ലോകത്തിൻ്റെ വിഗ്രഹത്തിൽ. അവിടെ വിഗ്രഹം എന്നുള്ളതിന് അർത്ഥം മാറി. അപ്പോൾ അതിൽ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ? കലഹം എന്നാണ്. അത് ഞാൻ എനിക്ക് അറിയണ കൂടുതൽ ഞാൻ നിങ്ങളോട് പറയാം. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കുക എന്നാണ്. വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാലോ വിശേഷേണ ഗ്രഹിക്കേണ്ടതെന്നല്ല ഇവിടെ അർത്ഥം. കലഹം എന്നാണ്. അപ്പോൾ ഒരേ വാക്കിന് അർത്ഥം മാറുന്നത് എന്തുകൊണ്ടാണ്? ആ വാക്കിൻ്റെ മുമ്പ് പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, അതറിഞ്ഞിട്ടാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾക്ക് തെറ്റുപറ്റാണ്ടിരിക്കാനാണ് ഓതർ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കലഹം. വിഗ്രഹത്തിൽ നിയുക്തനും അസ്ഥിരസ്യജ, അസ്ഥിരസ്യ വാക്ക് വന്നില്ലേ? അസ്ഥിരസ്യജ ഏകത്ര സ്ഥിരമായിരിക്കാത്തവനുമായ, അതായത് ദക്ഷയാഗത്തിൽ ദക്ഷനാണ് ശപിച്ചത്. ആർക്ക്? ദക്ഷയാഗത്തിലല്ല, ദക്ഷനാണ് ശപിച്ചത്. അത് ഭാഗവതത്തിൽ ദക്ഷൻ്റെ കുട്ടികളേനൊക്കെ ദക്ഷൻ പറഞ്ഞു, നിങ്ങളൊക്കെ സന്തതികളെ പ്രജകളെ സൃഷ്ടിക്കണമെന്ന്. നാരദർ പറഞ്ഞു, നിങ്ങൾക്ക് മോക്ഷമാണ് നല്ലത്, എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മോക്ഷേച്ഛുക്കളായി. രണ്ടാമത് കുറേ കുട്ടികളെ ദക്ഷൻ ഉണ്ടാക്കി, അവരേനും ഈ പണി പറ്റിച്ചു. അപ്പോൾ ദക്ഷൻ ശപിച്ചു നാരദരെ, ഒരു സ്ഥലത്ത് താൻ നിൽക്കാതെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഉടനെ നാരദർ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. കാരണം മഹതി എന്ന എൻ്റെ വീണയിലെ ശ്രുതി മീട്ടി നാരായണ 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 എന്ന് പാടി നടക്കാൻ എനിക്ക് ആരുടെയും ശുപാർശ ഇല്ലാണ്ടേ പോയി. എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം. സ്വർഗലോകത്ത് പോവാം, നരകത്ത് പോവാം. അതാണ്
ഉർവശി ശാപം ഉപകാരം എന്ന് പറയും. ശപിച്ചാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് അസ്ഥിരസ്യ ഏകത്ര സ്ഥിരമായിരിക്കാത്തവനുമായ നാരദന് വിധിശ്രവേ വിധിപ്രകാരമുള്ള ശ്രവണത്തിൽ പ്രീതി കുത സന്തോഷം എങ്ങനെയുണ്ടായി. ആ കുത ക്വ എവിടെന്നാ, എനിക്ക് ചെറിയ വാക്കുകളൊക്കെ അറിയാം. ക്വ എന്ന് വെച്ചാൽ എവിടെ, കുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീതി കുതഹ സന്തോഷം എങ്ങനെയുണ്ടായി. പിന്നെ വാക്ക് തൈ തൈ സഹ അവരോടുകൂടെ, ഇതൊക്കെ കൂട്ടക്ഷരാട്ടോ. അപ്പോൾ തൈ സഹ അവരോടുകൂടെ, സഹ എന്ന് പറഞ്ഞാൽ സന്തത സഹചാരി ഇല്ലേ, അതന്നെ. തൈ സഹ അവരോടുകൂടെ സംയോഗം എന്ന് പറഞ്ഞാൽ സംഗമം കുത്ര ഏത് സ്ഥലത്തിൽ വെച്ചുണ്ടായി. നാരദർക്ക് ഈ ഭാഗവത ഉപദേശം സനകാദികളാൽ എങ്ങനെ എവിടെ വെച്ചുണ്ടായി, ഇതാണ് ചോദ്യം 22ാമത്തെ ശ്ലോകത്തിന്. അപ്പോൾ അതിൻ്റെ പരിഭാഷ പറയണം. ശൗനകൻ പറഞ്ഞു, ശൗനക ഉവാച എന്ന് പറഞ്ഞാൽ ശൗനകൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നാരദ സനകാദി സംവാദം അസംഭാവ്യമെന്ന് വിചാരിച്ച ശൗനകൻ അതിൻ്റെ സൂക്ഷ്മസ്ഥിതി അറിയുവാൻ വേണ്ടി സൂതനോട് ചോദിക്കുന്നു. ഇല്ലേ? ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് മുഖവലിക്ക് നമ്മൾക്ക് വിഴുങ്ങാൻ സാധിച്ചു എന്ന് വരില്ല ചിലപ്പോൾ. കാരണം എന്താ, എൻ്റെയും നിങ്ങളുടെയും വേവ് ലെങ്ത്ത് വ്യത്യസ്തം ഉണ്ടാവും. അതുകൊണ്ടാണ്, അല്ലാതെ കൊണ്ടൊന്നുമില്ല. അപ്പോൾ നാരദ സനകാദി സംവാദം അസംഭവ്യം സംഭവിക്കാത്തതാണ് എന്നുള്ള രീതിയിൽ വിചാരിച്ച് ശൗനകൻ അതിൻ്റെ സൂക്ഷ്മസ്ഥിതി അറിയുവാൻ വേണ്ടി, നിജസ്ഥിതി എന്നർത്ഥം, സൂക്ഷ്മസ്ഥിതി അറിയുവാൻ വേണ്ടി സൂതനോട് ചോദിക്കണം. എന്താ ചോദിച്ചത്? ജനങ്ങളെ തമ്മിൽ കലഹിപ്പിച്ച് അവർക്കുള്ള ദോഷങ്ങളെ തീർത്ത്. അപ്പോൾ നാരദൻ എന്താ ചെയ്യണത്? കലഹിപ്പിക്കുന്നത് എന്തിനാ? വ്യക്തികളിൽ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികളിൽ പാപഭംഗിലമായ അവസ്ഥകളുണ്ടെങ്കിൽ ആ അവസ്ഥകളെ ദൂരീകരിച്ച് ഈശ്വരോപാസന മാധ്യമത്തിൽ കൂടി മുക്തി നേടാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം നാരദര്. അതാണ് നാരായണനും നാരദരും വ്യത്യാസമില്ല. അപ്പോൾ അവർക്കുള്ള ദോഷങ്ങളെ തീർത്ത് അനുഗ്രഹിപ്പാനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ നാരദ മുനി. നാരദരുടെ അപ്പോയിൻമെൻ്റ് അതോറിറ്റി ആരാ? ഭഗവാൻ, ഈശ്വരനാണ്. അപ്പോൾ അതാണ് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ നാരദ മുനി ഒരു ദിക്കിൽ സ്ഥിരമായിരിക്കാതെ 4 ദിക്കിലും ചുറ്റിത്തിരിയുന്നതിലല്ലയോ സന്തോഷിക്കാറുള്ളത്. അപ്പോൾ ഭാഗവതം ഇരുന്ന് കേൾക്കാനുള്ള സമയം എങ്ങനെ ഉണ്ടായി? അതാണ് ലോജിസ്റ്റിക് ക്വസ്റ്റ്യനാണത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഇരിക്കെ 7 ദിവസം ഒരു ദിക്കിൽ തന്നെ സ്ഥിരമായിരുന്ന് കേൾക്കുന്നതിൽ സന്തോഷം എങ്ങനെ ഉണ്ടായി നാരദർക്ക്? ഏതു ദിക്കിൽ വെച്ചാണ് സനകാദികളുടെ ചേർച്ച ശ്രീ നാരദർക്ക് ലഭിച്ചത്? അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ പറയുന്നു, യുക്തസ്യ എന്നതിന് പകരം മുക്തസ്യ എന്നൊരു പാഠഭേദം കൂടിയുണ്ട്. അപ്പോൾ ചില സ്ഥലത്തിൽ മുക്തസ്യ എന്ന് കണ്ടാൽ പട്ടാമ്പി യുക്തസ്യ എന്നാണല്ലോ പറഞ്ഞിട്ട് ലഹളയ്ക്ക് നിൽക്കണ്ട. അതെന്താ കാരണം? മുക്തസ്യ എന്നൊരു പാഠഭേദമുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് പത്രം മതി. എന്താ കാരണം? ഇപ്പം ഞാനിത് നിങ്ങളോട് റെക്കോർഡ് ചെയ്യണത് രാത്രി, അതായത് തിങ്കളാഴ്ച രാത്രി 7:30 മണിക്കാണ്. ഞാനൊരു പല്ല് ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു, അത് മാത്രമല്ല, ഇനി എൻ്റെ ഒരു 531ാമത്തെ എപ്പിസോഡ് ശ്രീകൃഷ്ണ കഥാമൃതം പറഞ്ഞിട്ട് യൂട്യൂബിലുണ്ട് വേറൊന്ന്. അത് 6-7 കൊല്ലം ഗുരുവായൂരിൽ പുറപ്പെടാശാന്തിയായിട്ട് പണ്ട് കാലത്ത് ഒരു 75 കൊല്ലം മുമ്പേ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടൊരു മഹാനുഭാവൻ, അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി. എന്താ? എന്തിനാണ് ഞാൻ സകാരത്തിൽ എൻ്റെ ജന്മം പാഴാക്കണത്? ഭഗവാൻ നിരാകാരനാണല്ലോ. അപ്പോൾ ഭഗവാനെ പറ്റി ഞാൻ ഒരു ഗ്രന്ഥം രചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭാഗവതത്തിൻ്റെ ബേസിൽ ഒരു 10,000 ശ്ലോകങ്ങൾ എക്സ്ട്രാ വേദത്തിൽ നിന്നും ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ട് ഒരു 24,000 ചില ശ്ലോകമായിട്ട്
വലിയൊരു ഗ്രന്ഥം. ഗുരുവായൂർ ദേവസ്ഥമാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അണ്ടർ പ്രിൻ്റിലാണെന്നാണ് എനിക്ക് തോന്നണത്. അത് പറയണം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.